അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് സ്വർഗം നേടിത്തരുന്ന സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 63 ക്ലാസ്സുകളിലായി 118 ആയത്തുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 119, 120 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. 118 ആയത്തുകൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് 119, 120 ആയത്തുകൾ, ചെറിയ 2 ആയത്തുകളാണ്. കൂടുതൽ കെട്ടിക്കൊടുക്കൊന്നുമില്ലാത്ത വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഒരു പക്ഷേ പദങ്ങൾ പോലും നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണുള്ളത്. നമ്മൾ ഈ ഒരു ആഴ്ചയിൽ ഒരു 5-6 ആയത്തുകളാണ് പഠിക്കുക. ചിലപ്പോഴൊക്കെ 4 ആയത്തുകളൊക്കെയാണ് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ കഴിഞ്ഞ ആയത്തുകളൊക്കെ നമ്മൾ കേട്ട് പോകുക എന്നതിലുപരിയായി അത് കൃത്യമായി പഠിക്കുവാനും അത് മനഃപ്പാഠമാക്കുവാനും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാനൊക്കെ ശ്രദ്ധിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അതിന് സന്നദ്ധമായിരിക്കുന്നവർ തന്നെയാണെങ്കിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ആദ്യം നമുക്കിതിന് മുമ്പുള്ള ആയത്തുകളൊന്നിങ്ങനെ ഓതി ഇന്നത്തെ ആയത്തിലേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിക്കട്ടോ, കൂടെ ഓതാൻ നോക്കണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم. وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما
يقول له كن فيكون. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. നമ്മൾ 118 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാ ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് 119, 120 ആയത്തുകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നേരെ ശ്രദ്ധിക്കണം എല്ലാവരും. പദങ്ങളിൽ വരുന്ന അതിൽ വരുന്ന പിഴവുകളും മറ്റൊക്കെ ശ്രദ്ധിക്കുക. എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ 2 ആയത്തുകൾ വളരെ സിമ്പിളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ നമ്മളിന്ന് തുടങ്ങാണ്. എല്ലാവരും കൂടാതെ നോക്കട്ടോ. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറാ. എല്ലാവരും കൂടാതെ നോക്കണേ. ഇന്നാ അർസൽനാക ബിൽ ഹഖ്. ബിൽ ഹഖ്. إنا أرسلناك بالحق بشيرا ونذيرا. ولا تسأل عن أصحاب الجحيم. ولا تسأل عن أصحاب الجحيم. ولن ترضى عنك اليهود ولا النصارى. حتى تتبع ملتهم. قل إن هدى الله هو الهدى. ولئن اتبعت أهواءهم بعد الذي جاءك من العلم. ما لك من الله من ولي ولا نصير.
ഓക്കെ, അപ്പം നമ്മൾ രണ്ടായത്തുകളാണ് പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാം. വേറെ കെട്ടിക്കൊടുക്കൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതുള്ളൂ. ഇന്നാ അർസൽനാക ബിൽ ഹഖ്. ആ കാഫ് ഓൾറെഡി കാഫാണ്. അത് നിർത്തുന്ന സമയത്ത് നിർത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൽക്കലത്തിന്റെ അക്ഷരമായതുകൊണ്ട് തന്നെ വ്യക്തമാക്കി പറയണം. ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ പോരാ, ബിൽ ഹഖ്. ഹഖ്. ഇന്നാ അർസൽനാക ബിൽ ഹഖ്. നിർത്തുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി നിർത്തണില്ലെങ്കിലോ കൂട്ടി ഓതിയാൽ മതി. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറാ. എല്ലാരും കൂടെ ഓതണേ. എന്നിട്ട് അവിടെ പറയുന്നത് വലാ തുസ്അലു, വലാ തുസ്അലു. തസ്അലു എന്നല്ല, തുസ്അലു എന്നാണ്. അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. വലാ തുസ്അലു, വലാ തുസ്അലു. വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. ولا تسأل عن أصحاب الجحيم. അസ്ഹാബ്, അസ്ഹാബ് സ്വ. ഓക്കെ, ചെറിയ ഒരായത്താണ്. വളരെ കുറഞ്ഞ പദങ്ങൾ മാത്രമാണ്. ഒട്ടുമിക്ക പദങ്ങളും നമുക്ക് അറിയുന്നതുമാണ്. ഇന്നാ എന്നുള്ളത് നമുക്കറിയാം. അർസൽനാക്ക എന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. റസൂല്, റിസാലത്ത്, പിന്നെ എന്താണ് അർസല, അർസല എന്നുള്ള പ്രയോഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹക്ക് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ബഷീർ, നദീർ ഇതായിരിക്കും ചിലപ്പോൾ നമുക്ക് പറയാൻ ബാക്കിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും അതിലേക്ക് വരാം നമുക്ക്. വലാ തുസ്അലു, സഅല യസ്അലു, തുസ്അലു സഅല ചോദിച്ചു എന്നുള്ളത് അല്ലേ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ പദങ്ങളും നമുക്ക് അറിയുന്നുണ്ട്. എന്തായിരുന്നാലും അതിന്റെ അർത്ഥങ്ങളിലേക്ക് വരാം. 119 ആയത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പറയാണ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, നബിക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ പ്രബോധനം നടത്തുമ്പോഴും അവരെല്ലാം പറഞ്ഞിരുന്നത് ഞങ്ങൾ നേർക്ക് നേരെ കാണണം. ഒന്നുകിൽ അള്ളാഹു നേർക്ക് നേരെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഞങ്ങളോട് പറയണം, അല്ലെങ്കിൽ നേർക്ക് നേരെ ഞങ്ങളോട് സംസാരിക്കണം, അല്ലെങ്കിൽ നീ ഇങ്ങനെ കയറി പോകുന്നത് ഞങ്ങൾ കാണണം, അല്ലെങ്കിൽ ആകാശത്തുനിന്ന് ഇങ്ങനെ ഒരു ഗ്രന്ഥം ഇറങ്ങി വരുന്നത് കാണണം. ഇങ്ങനെയൊക്കെ കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡനം പറയാണ്. അതിനുള്ള ഒരു മറുപടി അല്ല പറയാണ്. ഇന്നാ അർസൽനാക. ഇന്ന നാ എന്നാണ് ശരിക്കും. ഇന്നന തീർച്ചയായും നാം, അതാണ് ഇന്നാ. തീർച്ചയായും നാം, ഇന്നാ തീർച്ചയായും നാം, അർസൽനാക, അർസൽന നാം അയച്ചു, ക താങ്കളെ. ഇന്നാ അർസൽനാക തീർച്ചയായും നാം ആണ് നിങ്ങൾ അയച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ താങ്കൾ അയച്ചിട്ടുള്ളത്. ബിൽ ഹഖി സത്യവുമായി കൊണ്ട്, സത്യവുമായി കൊണ്ട് നിങ്ങൾ അയച്ചിട്ടുള്ളത് നാമാണ്. ബഷീറം വനദീറ, ബഷീറായും നദീറായും. ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. ബഷീർ, ബുഷ്റ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത എന്നാ. ബഷീർ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. രണ്ടാമത്തത് വനദീറ, നദീർ എന്ന് പറഞ്ഞ താക്കീതുകാരൻ. നദീർ താക്കീതുകാരൻ. മറ്റു ചില ഹദീസുകളിൽ മുബശ്ശിറം വ മുൻദിറ എന്നുള്ള പ്രയോഗമുണ്ട്, അല്ലെങ്കിൽ മുബശ്ശിറം വ നദീറ എന്നുള്ള പ്രയോഗമുണ്ട്. അതും അത് തന്നെയാണ്. സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളായി, അതേപോലെ തന്നെ താക്കീത് നൽകപ്പെട്ട ആളായി കൊണ്ടൊക്കെ. അപ്പോ ഒന്നുകൂടി പറയാം. ഇന്നാ അർസൽനാക, ഇന്ന തീർച്ചയായും നാം, അർസൽനാക താങ്കളെ നാം അയച്ചു, ബിൽ ഹഖി സത്യവുമായി കൊണ്ട്.
അതെന്താണ് ഈ ഹക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് വിശദീകരിക്കാം. ബഷീറം വനദീറ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനായും താക്കീത് നൽകുന്നവനുമായി കൊണ്ട് താങ്കളെ നാം എന്ത് ചെയ്തിട്ടുണ്ട്? അയച്ചിട്ടുണ്ട്. ആരിലേക്ക് അയച്ചു എന്നൊന്നും പറയണില്ല. കാരണം എന്താ? ആ ആളുകളാണ് മറുപടി പറയണത്. ഓരാണ് ചോദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്, ഓരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചിട്ടുള്ളത്, അവരാണ് അംഗീകരിക്കാത്തത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയാണ് നിങ്ങൾ അയച്ചത് നാമാണ്. ഈ ഒരു വാക്ക് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറയാണ് വലാ തുസ് അലു, ചോദ്യം ചെയ്യപ്പെടുകയില്ല. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു, സുആല് ചോദ്യം, യസ് അലു ചോദിക്കുന്നു, തുസ് അലു ചോദിക്കപ്പെടും, വലാ തുസ് അലു ചോദിക്കപ്പെടുന്നതല്ല, ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. അൻ അസ്ഹാബിൽ ജഹീം, തീർച്ചയായും നരകവാസികളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടൂല. അഥവാ നബിയെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടൂല. അവര് വിശ്വസിക്കുകയാണെങ്കിൽ ഓർക്ക് പോയി, ഓര് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത് അവർക്ക് നഷ്ടമാണ്. വിശ്വസിച്ചാൽ ഓർക്ക് കിട്ടും, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പോകും. അത്രേ ഉള്ളൂ. രണ്ട് വാക്കുകൾ, രണ്ട് ഭാഗങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ ഉള്ളത്. നേരെ ശ്രദ്ധിക്കണം എല്ലാവരും. അതിൽ ഒന്നാമത്തെ ഭാഗം ഇന്ന അർസൽനാക ബിൽ, മനസ്സിലായോ? ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? റെഡി? ഓക്കെ. ഇന്ന അർസൽനാക ബിൽ ഹഖി ബശീറൻ വനദീറ. ഒന്നാമത്തെ പോയിന്റ് അതാണ്. ഇന്ന അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറ. നേരെ ശ്രദ്ധിക്കുക. ഇന്നാ അർസൽനാക, തീർച്ചയായും നാം താങ്കളെ അയച്ചു, ബിൽ ഹഖ്, സത്യവുമായി കൊണ്ട്. അവിടെ ഒന്ന് നേരെ ശ്രദ്ധിക്കുക. ഇന്ന അർസൽനാക എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് നബിയെ പ്രവാചകനായിട്ട് അയച്ചിട്ടുള്ളത്. നബി സ്വമേധയാ ഞാനും ഒരു പ്രവാചകനാണ് എന്ന് പറഞ്ഞു വന്നതല്ല, അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്തതാണ്. റിസാലത്തും നുബുവത്തും അഥവാ പ്രവാചകത്വം, നബിത്വം, അത് അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുപ്രഭാതത്തിൽ ഞാനും ഒരു പ്രവാചകനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുപ്പായിട്ടതല്ല. ഓക്കെ. ഇന്ന അർസൽനാക, നിശ്ചയമായും നാം താങ്കളെ അയച്ചിട്ടുണ്ട്. അർസൽന, നാം അയച്ചുക്ക താങ്കളെ. ബിൽ ഹഖ്, ഹഖ് കൊണ്ട്. ഹഖ് എന്ന പദം നമുക്കറിയാം സത്യം എന്നുള്ള ഒരു അർത്ഥമുണ്ട്, വേറെയും അർത്ഥങ്ങളുണ്ട്. ഇവിടെ സത്യപ്രവാചകൻ എന്നുള്ള അർത്ഥം. ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശം എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. ഇവിടെ സത്യം എന്നുള്ള അർത്ഥമാണ്. ഇവിടെ രണ്ട് ഭാഗങ്ങൾ ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, നബിയെ സത്യപ്രവാചകനായി അള്ളാഹ് അയച്ചു എന്നാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സത്യപ്രവാചകനാണ്. നബി സത്യത്തിന്റെ പ്രവാചകനാണ്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ സത്യമായ കാര്യങ്ങൾ അറിയിക്കാനായി അള്ളാഹു ഒരു പ്രവാചകൻ അയച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയെയാണ്, നബി എന്ന വ്യക്തിയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം ഇസ്ലാം എന്ന് പറയുന്ന ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ശ്രദ്ധിക്കണേ. ഇന്നാ അർസൽനാക ബിൽ ഹഖ്, തീർച്ചയായും നാം താങ്കളെ സത്യപ്രവാചകനായി അയച്ചു എന്നോ അല്ലെങ്കിൽ സത്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവാചകനായി അയച്ചു എന്നോ പറയാം. രണ്ടും സംഭവം തന്നെയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകൻ, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന സത്യത്തെ അയക്കാൻ വന്ന പ്രവാചകൻ, അയക്കാനായിട്ട് അല്ലെങ്കിൽ ആ സത്യത്തെ അറിയിച്ചു തരാനായിട്ട് വന്ന പ്രവാചകൻ. രണ്ടും ഏകദേശം ഒന്ന് തന്നെ. അപ്പൊ ഈ രണ്ട് രൂപത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നാ, നിശ്ചയമായും നാം, അർസൽനാക, നാം താങ്കളെ അയച്ചു, ബിൽ ഹഖ്, സത്യവുമായിട്ട്, അഥവാ സത്യത്തിന്റെ പ്രവാചകനായിട്ടോ അല്ലെങ്കിൽ സത്യമെന്ന ഇസ്ലാമിന്റെ പ്രവാചകനായിട്ടോ പറഞ്ഞയച്ചു. എന്നിട്ട് അവിടെ പറയാണ് ബഷീറം വനദീറ, ബഷീറായും നദീറായും. ബഷീറും നദീറും. എന്താ അവിടെ ബഷീർ നദീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഷീർ നദീർ, പ്രവാചകന്റെ രണ്ട് പ്രത്യേകതകളാണ് ബഷീറും നദീറും എന്നുള്ളത്. ബഷീറും നദീറും അത് ഈ ഒട്ടുമിക്ക പ്രവാചകന്മാർക്കുള്ളതുമാണ്. ബഷീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുക, സ്വർഗത്തിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹ് പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത. അതേപോലെ തന്നെ
താക്കീത് നൽകുക. നദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താക്കീതുകാരനാണ്, താക്കീത് നൽകുന്നവനായിട്ട്. എന്തിനെ കുറിച്ചുള്ള താക്കീതാണ്? അള്ളാഹുവിന്റെ നിയമത്തെ ആരാണോ ധിക്കരിച്ച് നടക്കുന്നത്, അള്ളാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായി ജീവിക്കുന്നത് ആരാണോ, തോന്നിവാസിയായി ജീവിക്കുന്നത് ആരാണോ, അവർക്ക് നരകമുണ്ട് എന്ന് താക്കീത് നൽകുവാനും. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്, ബഷീറാണ് നദീറാണ്. ബഷീറുമാണ് നദീറുമാണ്. ബഷീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കൽ. എന്തിനെക്കുറിച്ച്? സ്വർഗത്തെക്കുറിച്ച്. നദീർ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകുന്നവൻ. എന്തിനെക്കുറിച്ചാണ്? നരകത്തെക്കുറിച്ചുള്ള താക്കീത് നൽകുക. അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞതാണെങ്കിൽ ഒരു ചരിത്ര സംഭവത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. മഹാനായ താബിഈ പണ്ഡിതൻ അതാ ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുയോട് ചോദിക്കണം. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, തൗറാത്തിൽ പ്രവാചകന്റെ വിശേഷണം എന്താണെന്ന് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? തൗറാത്തിൽ മുഹമ്മദ് നബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചീലിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പല വേദഗ്രന്ഥങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് വായിച്ച ഒരു ഓർമ്മയിൽ നിന്ന് പറയാ, അതിലുള്ള ഒരു പദമാണ് മഹാമദ ഇദിക്യാദി ശിഷ്യ ശാഖാ സമന്യുതം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹാമദ് എന്ന് പറയുന്ന ഒരാൾ തൻ്റെ അനുചരന്മാരോടൊപ്പം വസിക്കുന്നതായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേലാകർമ്മം ചെയ്യപ്പെട്ട ആളായിരിക്കും, ഈത്തപ്പനയുടെ നാട്ടിലാണ് ജനിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ത്യയിലെ വേദഗ്രന്ഥത്തിൽ പോലും ഉണ്ടത്രേ. ഇനി അതിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇവിടെ അതാ ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തൗറാത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അതിന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരുപാട് വലിയൊരു മറുപടി കൊടുക്കുന്നുണ്ട്. നബിനെ കുറിച്ച് എന്തൊക്കെ വന്നിട്ടുണ്ട്? അതിൽ പ്രധാനപ്പെട്ട രണ്ട് പദങ്ങളാണ് ബഷീർ, നദീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്, അതുപോലെ തന്നെ താക്കീത് നൽകുന്നവനുമാണ്. ഒരു ചരിത്രം തന്നെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ പറ്റും. ഒരിക്കൽ സ്വഹാബിമാരിങ്ങനെ അവർ പല തമാശകളും കളിയൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ആ ഒരു ചിരിയും തമാശയും ഒക്കെയായി ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഒന്ന് ഗുണദോഷിക്കാനായിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞിരുന്നതെങ്ങാനും നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറാ, നിങ്ങൾ ധാരാളമായി കൊണ്ട് കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട കുറെ കാഴ്ചകളുണ്ട്, നരകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടതും കേട്ടതുമായ ഒരുപാട് സംഭവങ്ങൾ. ആ ഒരു അറിവ് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഞാൻ അറിഞ്ഞിരുന്നതെങ്ങാനും നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലളഹിക്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കും, ധാരാളം കരയുമായിരിക്കും. ഈ വാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവിടെ നിന്ന് പോവണം. സഹാബിമാർക്ക് വല്ലാത്ത വിഷമായി, അവർക്ക് ബേജാറുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോയി. കുറച്ചങ്ങനെ പോയപ്പോഴാണ് അള്ളാഹുവിന്റെ വഹി ഇറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ, നിങ്ങൾ അവരെ നരകം പറഞ്ഞ് പേടിപ്പിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ താക്കീത് നൽകുക മാത്രമല്ല, അവർക്ക് ചില സന്തോഷ വാർത്തകൾ കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായിക്കൊണ്ട് പറയാണ്, അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ സന്തോഷിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. നിങ്ങൾ ബന്ധങ്ങൾ ചേർക്കണം, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കണം. ഈ തരത്തിലുള്ള ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായിക്കൊണ്ട് ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ടും അറിയിച്ചു കൊടുത്തു. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത. അപ്പോ വെറും ഒരു നരകം പറഞ്ഞ് പേടിപ്പിക്കുക മാത്രമല്ല,
സ്വർഗത്തിനെ കുറിച്ചുള്ള സന്തോഷങ്ങൾ കൂടി ഒരു വിശ്വാസി മനസ്സിലാക്കണം. എപ്പോഴും സ്വർഗം മാത്രം പറയാ എന്നുള്ളതല്ല, നരകത്തിന്റെ ഭീകരത കൂടി നമ്മൾ മനസ്സിലാക്കി അതിൽ ജനങ്ങളോട് താക്കീത് നൽകുകയും വേണം. അതാണ് ഇന്നാ അർസൽനാക ബിൽ ഹഖി ബശീറൻ വനദീറാ എന്ന വാക്കിന്റെ ആ ഒരു വാചകത്തിന്റെ വിശദീകരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിന്റെ ബാക്കി ശ്രദ്ധിച്ചോ. വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. വലാ തുസ്അലു, ചോദ്യം ചെയ്യപ്പെടുകയില്ല. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു. യസ്അലു ചോദിക്കുന്നു. തുസ്അലു ചോദിക്കപ്പെടും. വലാ തുസ്അലു നീ ചോദിക്കപ്പെടുകയില്ല. അൻ അസ്ഹാബിൽ ജഹീം നരകവാസികളെ കുറിച്ച്. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ആളുകൾ. അൽ ജഹീം കത്തിജ്വലിക്കുന്ന നരകം. കത്തിജ്വലിക്കുന്ന നരകത്തിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഈ ജ്വാലകൾ വല്ലാതെ ഉയർന്നു നിൽക്കുന്നതിനാണെന്ന് പറയാ ജഹീം എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു ജഹീമിനെ കുറിച്ച്, ആ ജഹീമിന്റെ വിഷയത്തിൽ, ആ ജഹീമിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നീ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. വലാ തുസ്അലു നീ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അൻ അസ്ഹാബിൽ ജഹീം ആ അസ്ഹാബുൽ ജഹീമിന്റെ വിഷയത്തിൽ, അഥവാ നരകവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ നീ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. ഇതാണ് ഈ ആയത്തിലുള്ളത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ഓർമ്മപ്പെടുത്തലാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ബഷീർ ആവുക, നദീർ ആവുക. ജനങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കണം. നരകത്തെക്കുറിച്ചും നരകത്തിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്നും താക്കീത് നൽകണം. നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു. എന്നാൽ മറ്റുള്ളവർ എന്തുകൊണ്ട് നരകത്ത് പോയി എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. നമ്മൾ അറിയിക്കാനുള്ളതൊക്കെ അറിയിച്ചു കൊടുത്തു, എന്നിട്ടും ഒരു തല കുത്തനെയാണ്. എന്നാ പിന്നെ പോവുക, ഓർക്കുള്ളത് അനുസരിച്ചിട്ട് ഓര് പോയിക്കോട്ടെ, നമ്മൾ നമ്മളതനുസരിച്ച് പോവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നന്മകൾ പറയുക എന്നത് ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നന്മ പറയുക എന്നുള്ളത്. അപ്പൊ നമ്മൾ കുറേ നന്മ പറഞ്ഞു, എന്നിട്ടൊന്നും സമൂഹത്തിന് മാറ്റല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്നാ പിന്നെ നിങ്ങൾ പറയണ പോലെ നമ്മൾ ജീവിക്കുക എന്നാ പറയണ്ടേ? അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. നിങ്ങൾക്ക് അതാണോ നന്മയായിട്ട് തോന്നുന്നത്, എന്നാൽ നിങ്ങൾ നിങ്ങളനുസരിച്ച് ജീവിച്ചോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നന്മ. കാരണം ഇസ്ലാമാകുന്ന നന്മയേക്കാൾ വലിയൊരു നന്മ എനിക്ക് വരാനില്ല. അവിടെയാണ് ഇനി അടുത്ത ആയത്ത് വരുന്നത്. ഇവിടെ പറയുന്നു, നേരെ ശ്രദ്ധിക്കണേ, വലാ തുസ്അലു നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല അൻ അസ്ഹാബിൽ ജഹീം നരകവാസികളെ കുറിച്ച്. ആരൊക്കെ നരകത്ത് പോയി നോക്കിയിട്ട് നീ ശിക്ഷിക്കപ്പെടൂല. ആരൊക്കെ നരകത്തിലാണ്, അതിൽ നിനക്കൊരു ബേജാറും വേണ്ട. നിന്റെ ശരീരം, നിന്റെ ജീവിതമാണ് നീ നോക്കേണ്ടത്. എന്നാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ദഅവത്ത് നടത്തണ്ട, ആരോടൊന്നും പറയണ്ട എന്നാണോ? അല്ല, നമ്മൾ അറിയിച്ചു കൊടുക്കണം. അതാണ് ബഷീറും നദീറും ആവണം എന്ന് ആദ്യം പറഞ്ഞേ. ബഷീറായും നദീറായുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചത്. എങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന ആ പ്രവാചകന്റെ അനുയായികൾ എന്ന് പറയുന്ന നമ്മളും ബഷീറും നദീറുമാവണം. ആരോടും ഒന്നും പറയാതിരിക്കുക എന്നുള്ളതല്ല, മിണ്ടാതെ നടക്കുക എന്നുള്ളതല്ല. നമ്മുടെ മേൽ ഉത്തരവാദിത്തങ്ങൾ എന്താണോ ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം. എല്ലാം നിർവഹിച്ചു, എന്നിട്ടും സമൂഹത്തിനൊരു മാറ്റമല്ല. പിന്നെയും പറഞ്ഞു, എന്നിട്ടും മാറ്റമല്ല. പിന്നെയും പറഞ്ഞു, പിന്നെയും മാറ്റമല്ല. എന്നങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുക. നാളെ പരലോകത്ത് എന്ത് ചെയ്യൂല, ഓരെന്തുകൊണ്ട് നരകത്ത് പോയി എന്നുള്ളത് നമ്മളോട് ചോദിക്കൂല. നമ്മൾ അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ. നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലോ? നമ്മൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ അയൽവാസിനോട് പറഞ്ഞിട്ടില്ല, കുടുംബക്കാരോട് പറഞ്ഞിട്ടില്ല, വീട്ടിൽ ജോലിക്ക് വരുന്ന ആളോട് വരെ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നാട്ടുവർത്താനം പറയുന്ന ഗ്രൂപ്പുണ്ട്, നമ്മൾ സുഹൃത്ത് ബന്ധങ്ങൾ എന്നുള്ള നിലക്ക് പലതും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ചായ കുടിച്ചോ, ഇന്നിൻ്റെ വീട്ടിലുണ്ടാക്കിയ ഫുഡ് ഇതാണ് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ പറയും. പക്ഷെ ദീനിന്റെ ഒരു കാര്യം നമ്മൾ പറയണില്ലെങ്കിലോ, അപ്പം നമ്മൾ കുറ്റക്കാരാവും ചെയ്യും. അപ്പം നമ്മൾ കുറ്റക്കാരാകും. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ത്? ദീൻ അറിയിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമായി നമ്മൾ കാണുക തന്നെ വേണം. ഓക്കെ, ഈ ആയത്ത് ക്ലിയർ ആണോ? അല്ലേ?
എല്ലാവർക്കും ഓക്കെ ആണോ? റെഡി? റെഡി. അപ്പോൾ ആകെ ചെറിയൊരായത്തെ നമ്മൾ പഠിച്ച്. ഇനി എന്നാൽ അതിൽ അടുത്ത കുറച്ച് വലിയ ഒരായത്താണ്. കേൾക്കുമ്പോൾ നമ്മൾ വലിയ ഒരായത്താന്നൊക്കെ തോന്നും. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പദങ്ങളാണ്. നമുക്കറിയാത്തൊരു പദം പോലും ഇല്ല എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള വാചകം. നോക്കിക്കോ, ആദ്യം നമുക്ക് അതിന്റെ വാചകങ്ങൾ നോക്കാം. വലൻ തറല്ലാ അൻകൽ യഹൂദു വലൻ നസ്വാറാ വലൻ തറല്ല, വലൻ തറല്ല, താ ആണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ത. വലൻ തറല്ല, തറല്ല, വലൻ തറല്ല. ഇഖ്ഫാ ചെയ്യാ വേണ്ടേ, താ ആണല്ലോ. വലൻ തറല്ല, തറല്ല, ലാ. ഓക്കെ. അൻകൽ യഹൂദു, അൻകൽ യഹൂദു, അൻകൽ യഹൂദു വലൻ നസ്വാറാ حتى تتبع ملتهم حتى تتبع ملتهم ملتهم ملة ألا ملتهم قل إن هدى الله هو الهدى قل إن هدى الله هو الهدى ഒക്കെ ഹു ആ പ്രയോഗമാണ്. ഹുദ എന്നുള്ളതിൽ ഹ, ഹുദല്ലാഹി ഹി, ഹു ഹുവ അല്ലേ, അൽ ഹുദ വീണ്ടും ഹ. ഒറ്റ വാക്കേ പറയാനുണ്ടാവുള്ളൂ. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. ശ്വാസം ഒരുപാട് പോവും. ഓക്കെ. വല ഇനിത്തബഅത, വല ഇനിത്തബഅത, വല ഇൻ ഇത്തബഅത എന്നാണ്. പക്ഷെ അത് കൂട്ടി വായിക്കുമ്പോൾ വല ഇനിത്തബഅത, വല ഇനിത്തബഅത. പിന്നെ അഹ്വാഅഹും, അഹ്വാഅഹും. എല്ലാരും കൂടെ ഓതണം, ഉറങ്ങരുതേ. ഏയ് ഉറങ്ങണ്ട കേട്ടോ ആരും. وَلَئِنِ اتَّبَعْتَ أَهْوَاءَهُمْ بَعْدَ الَّذِي جَاءَكَ مِنَ الْعِلْمِ. ما لك من الله من ولي ولا نصير. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയേക്ക് വലൻ തർല. ഒരു പക്ഷേ ലെൻ എന്ന പ്രയോഗം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതാ തോന്നണേ. തർല തൃപ്തിപ്പെട, റലിയ തൃപ്തിപ്പെട. ഞാൻ ഇതിന്റെ അർത്ഥം കേട്ടോ പറഞ്ഞു തരുന്നേ, അർത്ഥത്തിലേക്ക് പോവുകയാണ്. അതിൽ ആദ്യം എന്താന്ന് വെച്ചാൽ നമ്മളിതൊന്ന് ഒന്ന് പരിശോധിക്കുക, നമുക്ക് എത്രത്തോളം പദങ്ങൾ അറിയും എന്നുള്ളത്. തെർല എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുക എന്നാണ്. റലിയ, റലിയല്ലാഹു അൻഹു എന്നൊക്കെ പറയില്ലേ, റലിയ തൃപ്തിപ്പെട്ടു, തെർല തൃപ്തിപ്പെടുക, നീ തൃപ്തിപ്പെടുക. അങ്ക നമുക്കറിയാം, യഹൂദ് അറിയാം, നസാറ അറിയാം. തത്തബിയ ഇത്തിബാ അല്ലെ, പിന്തുടരുക അറിയാം. മില്ലത്ത്, മില്ലത്ത് പറഞ്ഞ മാർഗം, അതും നമുക്കറിയാം. കുൽ എല്ലാവർക്കും അറിയണതാണ്. ഇന്ന ഹുദ, ഹുദ മാർഗദർശനം, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഹുദ എന്നുള്ളത് അല്ലേ. പിന്നെ അല്ലാഹ് ഹുവൽ ഹുദ. വല ഇനി ഇത്തബഅത, അവിടെയും തന്നെ ഇത്തബഅത അല്ലെ, ഇത്തബഅ നേരത്തെ അവിടെ പറഞ്ഞു, തത്തബിയ അല്ലെ. അഹ്വാഅഹും, അഹ്വ ഹവ, ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇച്ഛകൾ അല്ലെ. അത് മാത്രം എനിക്ക് തോന്നുന്നത് നമുക്ക് അറിയാത്ത ഒരു പദം എന്ന നിലക്ക് അത് മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഉണ്ടോ? നമ്മൾ ഇതിന് മുമ്പ് പഠിക്കാത്ത വേറെ ഏതെങ്കിലും പദം ഉണ്ടോ ഇതിൽ? ഒന്ന് നോക്കിയിട്ട് പറയും. നമ്മൾ ഇതിന് മുമ്പ് പഠിക്കാത്ത ഏതെങ്കിലും പദം, ആ അഹ്വാഅഹും എന്നല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഞാൻ പറയും. ഇല്ല അല്ലേ, ഇല്ലല്ലോ. അത് ഞാനെന്താ അന്ന് പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴേ ഓർക്കുക. അതായത് നിങ്ങൾ പഠിച്ചു പോയതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം എളുപ്പമായിരിക്കും. കാരണം എന്താ, അതൊക്കെ നമുക്ക് അറിയുന്ന വാക്കുകൾ തന്നെയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് വരാം, വിഷയത്തിലേക്ക് തന്നെ വരാം. വലൻ ചർലാ, തെർല എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുക എന്നാണ്. വലൻ ചർല ഒരിക്കലും തൃപ്തിപ്പെടൂല, തൃപ്തിയിലാകൂല. അങ്ക നിന്നെ കുറിച്ച്,
അൽ യഹൂദ് ജൂതന്മാരും വലൻ നസ്വാറ ക്രൈസ്തവരുമില്ല. വലൻ തർല നിന്നെക്കുറിച്ച് തൃപ്തിയിലാകൂല. അൻകൽ യഹൂദ് അൻക നിന്നെക്കുറിച്ച് അല്ലെങ്കിൽ നിന്നെപ്പറ്റി. അൽ യഹൂദ് ജൂതന്മാരും വലൻ നസ്വാറ ക്രിസ്ത്യാനികളും. ഹത്താ വരേക്കും തത്തബിഅ മില്ലത്തഹും നീ അവരുടെ മാർഗം സ്വീകരിക്കുന്നത് വരെ. നീ അവരുടെ മില്ലത്ത് അവരുടെ മാർഗം ഏതാണോ അവരുടെ വഴി ഏതാണോ അത് സ്വീകരിക്കുന്നത് വരെ ജൂതന്മാർക്കോ ക്രൈസ്തവർക്കോ ഒരു തൃപ്തിയും നിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. നീ അവരുടെ കൂടെ കൂടുകയാണെങ്കിൽ ഒരു തൃപ്തിയിലാണ്, അല്ലെങ്കിലോ ഒരു തൃപ്തിയിലല്ല എന്ന്. നേരെ ശ്രദ്ധിക്കണേ, നേരെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചോളി. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലത്തഹും. ആ പോയിന്റ് ക്ലിയർ ആണല്ലോ. വലൻ തർലാ തൃപ്തിപ്പെടുകയില്ല, അൻക നിന്നെക്കുറിച്ച് നിന്നെപ്പറ്റി, അൽ യഹൂദു വലൻ നസ്വാറ ജൂതന്മാരോ ക്രൈസ്തവരുമില്ല, ഹത്താ തത്തബിഅ മില്ലത്തഹും നീ അവരുടെ മാർഗം പിന്തുടരുന്നതുവരെ. നീ അവരുടെ മാർഗം പിന്തുടരുകയാണെങ്കിൽ അവർക്ക് നിന്നോട് തൃപ്തിയായിരിക്കും. നീ അത് പിന്തുടരുന്നില്ലെങ്കിലോ നിന്റെ വിശ്വാസം അനുസരിച്ച് പോകുകയാണെങ്കിലോ അവർക്കത് തൃപ്തിയാകൂല. എന്നിട്ട് അല്ലാഹ് പറയണം, കുൽ നബിയെ പറയുക. നേരെ ശ്രദ്ധിക്കണേ, കുൽ നബിയെ പറയുക. ഇന്നത്തെ സാഹചര്യം കേട്ടോളി. ഇന്നത്തെ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, സൂംബ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോ. കുൽ നബിയെ പറയുക, ഇന്ന ഹുദല്ലാഹ് ഹുവൽ ഹുദ. ഇന്ന നിശ്ചയമായും ഹുദല്ലാ അള്ളാഹുവിന്റെ ഹുദ മാർഗദർശനം, ഹുവൽ ഹുദ അത് തന്നെയാണ് യഥാർത്ഥ മാർഗദർശനം. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ മാർഗദർശനം. അല്ലാതെ വേറെ ആരെന്തു പറഞ്ഞാലും ശരി അത് മാർഗദർശനമല്ല. ഇനി നോക്കിക്കോ, വല ഇനിത്തബഅത വല ഇനിത്തബഅത വല ഇനിത്തബഅത നീ പിന്തുടരുകയാണെങ്കിൽ, നീ പിൻപറ്റുകയാണെങ്കിൽ, അഹ്വാഅഹും അവരുടെ ഹവകളെ. നേരെ ശ്രദ്ധിക്കുക, അവരുടെ മാർഗം എന്നല്ല പറഞ്ഞ്, അവരുടെ ഹവ അഥവാ അവർക്ക് ലഭിച്ചത് ഹുദയല്ല, ഹിദായത്തല്ല, മറിച്ച് അവർക്ക് ചില തോന്നലുകൾ മാത്രം, അല്ലെങ്കിൽ അവരുടെ ഇച്ഛകൾ മാത്രം. അങ്ങനെ വല ഇനിത്തബഅത അഹ്വാഅഹും നീ അവരുടെ ഇച്ഛകളെ പിന്തുടരുകയാണെങ്കിൽ, എങ്ങനെ? ബഅദ ശേഷം, അല്ലദീ ജാഅക നിനക്ക് വന്നതായതിനു ശേഷം, മിനൽ ഇൽമ് ഇൽമിൽ നിന്ന് നിനക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം, അത് വന്നതിന് ശേഷം, അറിവ് വന്നു കിട്ടിയതിന് ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ എങ്ങാനും നീ പിൻപറ്റുകയാണെങ്കിൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. മാലക നിനക്കില്ല, മിനല്ലാഹ് അല്ലാഹുവിൽ നിന്ന്, മിൻ വലിയ്യിൻ ഒരു വലിയുമില്ല, ഒരു സഹായിയുമില്ല, വലാ നസീറിൻ ഒരു രക്ഷകനും ഉണ്ടാവില്ല. ഒരു രക്ഷകനോ ഒരു സഹായിയോ ഒന്നും ഉണ്ടാവില്ല. നേരെ ശ്രദ്ധിച്ചോളിട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് പറയുന്നത്. ഒരു കുറച്ച് വിശദീകരിച്ച് പറയേണ്ട ഭാഗമാണ്. നേരെ ശ്രദ്ധിക്കുക, അശ്രദ്ധമായി പോകരുത്. ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ വാചകം, വലൻ തർല അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്ത തത്തബിയ മില്ലത്തഹും. ആദ്യത്തെ വാചകം അതാണ്. ജൂതനാവട്ടെ ക്രൈസ്തവനാകട്ടെ അവർ ഒരിക്കലും തന്നെ നിന്നിൽ തൃപ്തനാകൂല. എങ്ങനെയല്ലാതെ? നീ അവരുടെ മാർഗം സ്വീകരിച്ചു കൊണ്ടല്ലാതെ. ഇവിടെ അൽ യഹൂദ് നമ്മളിതിനു മുമ്പ് പറഞ്ഞ പദമാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. യഹൂദ് എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ ഒരാളുടെ പേരാണ് യഹൂദ. ആ യഹൂദ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ പിതാമഹനിലേക്ക് ചേർത്തുകൊണ്ടാണ് അൽ യഹൂദ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല, ഹൗദ് എന്ന് പറഞ്ഞാൽ മടക്കം എന്ന അർത്ഥമാണ്. അപ്പൊ ആ ഒരു വാക്കിലേക്ക് ചേർത്തുകൊണ്ടാണ് അൽ യഹൂദ്
മടങ്ങുന്നവർ എന്ന പേര് പറഞ്ഞത് എന്ന് പറഞ്ഞവരും ഉണ്ട്. അതാണ് യഹൂദ് എന്ന് പറഞ്ഞ വാചകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ വലൻ നസ്വാറ, ഇതും നമ്മൾ പഠിച്ചതാണ്. നസ്വാറ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്നുള്ള അർത്ഥം. എന്നാൽ ഈ പേരെങ്ങനെ വന്നു എന്നുള്ളതിന് ഒരു വിശദീകരണം, ഫലസ്തീനിലുള്ള നസ്രാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, നസ്രാൻ, ആ ഒരു സ്ഥലത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, ആ ഒരു സ്ഥലത്തിന്റെ പേര് വെച്ചുകൊണ്ട് അവിടെ ജീവിച്ച ആളുകൾ എന്നുള്ള നിലക്കാണ് നസ്രാനികൾ എന്ന പേര് പറയുന്നത്, അല്ലെങ്കിൽ നസ്വാറാക്കൾ എന്ന് പറയുന്നത്. ഇതാണ് ഒരു അഭിപ്രായം. മറ്റൊന്നെന്താ വെച്ചാൽ നസ്ർ എന്ന് പറഞ്ഞാൽ സഹായം എന്നതിൻ്റെ അർത്ഥം. ഈസാ നബിയെ സഹായിച്ച ആൾക്കാരാണ് നസ്വാറാക്കൾ, അതുകൊണ്ടാണ് അവർക്ക് ആ പേര് കിട്ടിയത് എന്ന് പറഞ്ഞവരും ഉണ്ട്. എന്തായിരുന്നാലും യഹൂദനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ അവർക്കൊരിക്കലും തൃപ്തമാകൂല. ഏതുവരെ? ഹത്ത തത്തബിഅ മില്ലതഹും, നീ അവരുടെ മാർഗം സ്വീകരിക്കുന്നത് വരെ. മില്ലത്ത് എന്ന് പറഞ്ഞാൽ മാർഗം, അല്ലെങ്കിൽ അവരുടെ ദീന്, അവരുടെ വഴി. നിങ്ങൾ നോക്കിക്കാണും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കിത് മനസ്സിലാകുന്നത്, എല്ലാവർക്കും എന്താ വെച്ചാൽ ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട് മാറ്റണം. എന്തിനപ്പം നിങ്ങൾ ഇത്ര കണിശമായിട്ട് ഇതാക്കേണ്ട ആവശ്യം? ഞമ്മളൊക്കെ മനുഷ്യന്മാരനല്ലേ, ഞങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് മാത്രം കുറച്ച് നിയമങ്ങൾ. നിങ്ങളെ കുറെ ആൾക്കാർ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ പ്രശ്നം, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രശ്നം, ആണും പെണ്ണും ഇടകലരാൻ പാടില്ല, ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. ഇതൊന്നും ശരിയല്ലടോ, ഇതൊന്നും ശരിയല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പോണം. എല്ലാവരും ഇവിടെ ഈ നാടെന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്. എന്താ ജനാധിപത്യം എന്നുള്ളത് ഇപ്പോൾ ഈ എന്താ പറയാ, ഈ കൗമിന് മനസ്സിലായിട്ടില്ല, ഈ ആൾക്കാർക്ക് ഇതുവരെ എപ്പോഴും മനസ്സിലായിട്ടില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ നടക്കണമെന്നാ. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരു മതം വേണമെന്നാ. ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ല. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുക, ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുക, ആളുകൾക്കിടയിൽ മുസ്ലിമീങ്ങളെ അപരവൽക്കരണം നടത്തുക, മുസ്ലിങ്ങൾക്കിടയിൽ വർഗീയത പറയുക, ഇതാണ് ഇന്ന് സമൂഹത്തിൽ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഏറ്റവും അവസാനത്തിൽ നമ്മൾ കേട്ട സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, അല്ലെ? ഒരുപക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിലൊക്കെ ഇനി സൂംബ ഡാൻസ് പഠിപ്പിക്കണം. സാധാരണ ഒരു എക്സർസൈസ് എന്ന ഉദ്ദേശത്തിലല്ല, മറിച്ച് സിനിമാ ഗാനങ്ങളൊക്കെ വെച്ച് വസ്ത്രങ്ങളൊക്കെ യഥാർത്ഥ വസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, ഇനി ആണെങ്കിലും അല്ലെങ്കിലും ഈ രൂപത്തിൽ ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെയും കർമ്മത്തെയും എല്ലാം മാറ്റുക. എന്തിനെ എന്നുള്ളതാണ് രസം. അതാണ് ഏറെ രസകരമായ കാര്യം. അതാണ് കുട്ടികൾ ലഹരിക്കെതിരെ നിൽക്കണം, കുട്ടികൾ ലഹരി ഉപയോഗിക്കാതിരിക്കണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാറുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് പറയുന്നത്. ഒരു പക്ഷേ ഈ ഒരു 10 വർഷത്തിനിടയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ ബാറുകൾ ഉദ്ഘാടനം ചെയ്ത, ബാറുകൾ തുറന്നുകൊടുത്ത, ബാറുകൾക്ക് വേണ്ടി ജീവിച്ച, ബാറുകൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട ഒരു സർക്കാരുണ്ട് എന്ന് നമുക്ക് വേറൊരു സർക്കാരിന്റെ കാര്യത്തിലും പറയാൻ കഴിയില്ല. അത്രയും ബാറുകൾക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരാണ്. ലഹരിക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരാണ്. ഏറ്റവും കൂടുതൽ MDMA, ഏറ്റവും കൂടുതൽ കഞ്ചാവ്, ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എല്ലാം ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരു ദിവസം പേപ്പർ നോക്കിയിട്ട് അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വെറുതെ ഒന്ന് മറിച്ച് നോക്കാം, ഒരു ലഹരി കേസ് പോലും ഇല്ലാത്ത ഒരു പേജ് ഉണ്ടാവില്ല. അതായത് ഒരു പത്രം ഒരു ദിവസം കഴിഞ്ഞു പോകില്ല എന്ന്. അത്രയും നമ്മുടെ നാട് ലഹരിക്കാക്കിയ ആളുകൾ പറയാണ് ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നാ ഇനി മുതൽ ഞങ്ങൾ ബാർ അടച്ചു പൂട്ടുകയാണെന്ന് പറയണില്ല. ഇനി മുതൽ ഈ കഞ്ചാവിന്റെ ആളുകളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശക്തമായ ശിക്ഷയുണ്ടാകുമെന്ന് പറയണില്ല. എത്ര ആളുകളെ പിടിക്കപ്പെട്ടു എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് കൗൺസിലിങ്ങിന് വേണ്ടി വന്ന ആളുകളുടെ കാര്യത്തിൽ. അവർ പറഞ്ഞ വാചകം വെക്കുമ്പോഴാണ് മനസ്സിലാകുക ഈ ഒരു സർക്കാർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതായത് പലപ്പോഴും ഇങ്ങനത്തെ പിടിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ 14 ദിവസത്തെ റിമാൻഡ് ഉണ്ടാകുന്ന, 14 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒരു വരും. ഓരൊക്കെ പുറത്തിറക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സാധാരണക്കാരൻ വലിയ തെറ്റും ചെയ്തുകൊണ്ട് അകത്ത് കടന്നാൽ അയാൾ ആരും തിരിഞ്ഞു നോക്കൂല. എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയാൽ ഇഷ്ടം പോലെ സൗകര്യങ്ങളാണ് ഉണ്ടാകുന്ന. അവരെ സ്വീകരിക്കാൻ ആളുകളുണ്ട്, അവർക്ക് വീണ്ടും വീണ്ടും ഇത് എത്തിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്.
അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പദങ്ങളൊക്കെ ഇതൊക്കെ നടത്തുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ എതിർപ്പ് എങ്ങനെ വന്നേ നോക്കിയേക്ക്. എന്താ പറഞ്ഞത്? സൂമ ഡാൻസ് അത് ഞാനോ എൻ്റെ മകനോ അത് ചെയ്യൂല എന്നൊരു അധ്യാപകൻ പറഞ്ഞു. ഒരു അധ്യാപകൻ അയാളുടെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. അത് ഞാൻ അംഗീകരിക്കണില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ കഴിയൂല. അതിൻ്റെ പേരിൽ എന്തെല്ലാം പുകിലുകൾ അവിടെ ഉണ്ടായത് അല്ലേ? ചില ആൾക്കാർ അപ്പോഴേക്ക് താലിബാനിലേക്ക് ടിക്കറ്റ് കൊടുത്തു. കുറച്ചു കാലം മുമ്പ് പാകിസ്ഥാനായിരുന്നു. ഇപ്പം ആർക്കും പാകിസ്ഥാൻ വേണ്ട, കാരണം ഓരോ സ്വന്തം നാടായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം അത്, ഈ പറഞ്ഞ ആളുകളൊക്കെ. കാരണം ഏറ്റവും കൂടുതൽ ഈ പാകിസ്ഥാന്റെ എന്താ പറയുക, അവർക്കുള്ള ചാരപ്രവർത്തനം നടത്തിയത് ഈ പാകിസ്ഥാനിക്ക് പോടാ എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ആയതുകൊണ്ട് ഇപ്പം ആരും പാകിസ്ഥാനിക്ക് പറഞ്ഞേക്കണില്ല. ഇപ്പം നേരെ അഫ്ഗാനിസ്ഥാനിലേക്കും താലിബാനിലേക്കും ഒക്കെ പറഞ്ഞേക്കണം. അതല്ലെങ്കിലോ നേരെ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ, അള്ളാനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, നബിയുടെ വിവാഹത്തെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീബിയും കല്യാണം കഴിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പറയണത്. ഒരാരും മിണ്ടാതിരിക്കും. എങ്ങനെയെന്നറിയോ? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, നമ്മളെ നാട്ടിൽ ഇങ്ങനെ തുള്ളിക്കളിക്കുക, നമുക്ക് വേണ്ടവരൊക്കെ കള്ളുടിക്കുക, വേണ്ടവരൊക്കെ വ്യഭിചരിക്കുക, വേണ്ടവരൊക്കെ കഞ്ചാവ് അടിക്കുക, വേണ്ടവരൊക്കെ തോന്നിയ പോലെ ജീവിച്ചോളൂ, ഇവിടെ ഒരു പ്രശ്നമല്ല, ഒരു നിയമം വേണ്ട, ആരും ഒരു നിയമം പാലിക്കുമ്പോൾ എല്ലാവരും ആസ്വദിക്കട ജീവിതം എന്നിട്ട് പറഞ്ഞാൽ ഒരു പറയാ ഇതാട്ട വേണ്ടത്, ഇങ്ങനെ നമുക്ക് വേണ്ടതെന്ന്. അതെന്നെ പള്ള പറഞ്ഞത് പടി. ഇവര് തൃപ്തിപ്പെടൂല. എങ്ങനെ? അവരുടെ മാർഗം നമ്മളോട് സ്വീകരിക്കണം, അല്ലാതെ ഒരു സ്വീകരിക്കൂല, ഓർക്ക് തൃപ്തിയാവൂല. നമ്മൾ എന്ത് പറഞ്ഞാലും ഇവിടെ അതിന് വേണ്ടിയിട്ട് ഇവരിങ്ങോട്ട് എന്തെങ്കിലും ആക്കുമ്പോഴേക്ക് നമ്മളെ പേര് മാറ്റുന്ന ആൾക്കാരുണ്ട്. ഒരു സമൂഹത്തിൽ പോയിട്ട് അവിടെ സലാം പറയാൻ മടിയാണ് പല ആളുകൾക്കും. എന്തേ? അവിടെ മറ്റുള്ള ആൾക്കാരുണ്ടാവൂലേ? അപ്പൊ ഞാൻ പറയുമ്പോൾ അതൊരു കുറച്ചിലല്ലേ? വേഷവിധാനം മാറ്റി. ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയായ താടി വേണ്ടത് തീരുമാനിച്ച ആൾക്കാർ, ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയായ വസ്ത്രധാരണം ഒഴിവാക്കിയ ആളുകൾ, ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയായ പേര് വരെ വേണ്ട. എന്താ ചില ആൾക്കാർ പേര് മുസ്ലിമാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാക്കണത്. എന്താ കാര്യം? അതിപ്പം ഇനി ഏതെങ്കിലുമൊക്കെ ഒരു എന്താണ് യാത്രയൊക്കെ ചെയ്യണ സമയത്ത് പൊതുവെ ആ പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പ്രത്യേകിച്ച് എയർപോർട്ടിലൊക്കെ കുറേ ചെക്കിങ് ആയിരിക്കും. ഇത് മുസ്ലിമാണോ അല്ലേ എന്ന് തിരിച്ചറിയില്ലേക്കോ, അത് കുഴപ്പമില്ല അല്ലെ? ഇവിടുത്തെ എന്തെങ്കിലും ഒരു പരീക്ഷണം, പേര് പോലും മാറ്റാൻ, പേര് പോലും മുസ്ലിമിൻ്റെത് വേണ്ട എന്ന് തീരുമാനിച്ച ആൾക്കാർ, എന്നിട്ട് ഇവര് തൃപ്തിപ്പെട്ടോ? അങ്ങനെ കുറെ ആൾക്കാർ പലതിലേക്കും പോയി ഇസ്ലാം ശരിയല്ലെന്ന് പറഞ്ഞ് വലിയ വലിയ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കി ആളുകളെ കൂട്ടിയ ആളുകൾ. എന്നിട്ടും അവരുടെ അടുക്കൽ ചെറിയ പോരായ്മകൾ വന്നപ്പോഴേക്ക് അപ്പോഴും ഈ ജിഹാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആക്ഷേപിച്ചില്ലേ? അപ്പോഴും നീ പാകിസ്ഥാന്റെ ആളാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോഴും ഇവൻ മേത്തനാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോഴും ഇവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലേ? അതായത് ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞു പോയ ആള്, ഓന്റെ പേര് മുസ്ലിമാണെന്നുള്ളത് കൊണ്ട് ഇപ്പോഴും ഓൻ എന്ത് ചെയ്യാണ്? മുസ്ലിങ്ങൾ കേൾക്കേണ്ട എന്തെല്ലാം പദങ്ങളുണ്ടോ അതൊക്കെ ഓനും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹ് പറയാണ് വലൻ തറല്ലാ, തൃപ്തിപ്പെടൂല. ഈ വലൻ എന്നുള്ള പ്രയോഗി ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, ഖിയാമത്ത് നാള് വരെ ഒരിക്കലും തൃപ്തിപ്പെടുകയേ ഇല്ല. ജൂതനാവട്ടെ ക്രൈസ്തവൻ, ഇത് പറയുമ്പോൾ ജൂതനും ക്രൈസ്തവനും മാത്രമല്ല, ഇതര മതവിഭാഗങ്ങൾ ഏതൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ഇസ്ലാം എന്നും അവർക്കൊരു കണ്ണിലെ കരടാണ്. എന്താ കാരണം? അവരുടെ മതങ്ങളൊന്നും നിയമങ്ങളില്ല. നിങ്ങൾക്ക് ഇസ്ലാമിൽ ആയത്തുണ്ട്, കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആയത്ത് അല്ലേ? എന്നാൽ മറ്റു മതങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ, യേശു തന്നെ കള്ള് വിളമ്പി കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പറയപ്പെടുന്നത് ബൈബിളിൽ. അത് യഥാർത്ഥ ഈസാ നബി ചെയ്തതായിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ മറ്റു മതങ്ങൾ, ഹിന്ദുമതം നോക്കിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഒരു നിയമേ ഇല്ല. ഞങ്ങളുടെ നിയമമൊന്നും അത് പറയണില്ല എന്നാ പറയാം. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കഴിക്കണം അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്, എന്ത് ധരിക്കണം അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്, എങ്ങനെ നടക്കണം അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്, എന്ത് പറയണം അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം അള്ളാന്റെ. എന്തുകൊണ്ട്? നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹു ആയതുകൊണ്ട് അവിടെ അള്ളാഹ്ക്ക് അതിന്റെ റോളുണ്ട്. അങ്ങനെ അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കാണോ, എന്നാൽ അള്ളാഹ് പറഞ്ഞ സ്വർഗം നിനക്ക് തരും.
അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം നിനക്ക് തരും. അല്ല, നീ അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിട്ടും അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെയാണ് ജീവിതമെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ച നരകമാണ് നിനക്കുള്ളത്. അപ്പൊ അള്ളാഹിന്റെ തൃപ്തിയിലെത്തൂല, അള്ളാഹുവിന്റെ കോപത്തിലുണ്ടാകുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചു വന്നത്, ഏത് ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവർക്കെല്ലാം ഇസ്ലാം, അതിന് മുസ്ലിമുകളുടെ കാര്യം തന്നെ നോക്കിക്കോളി. നിങ്ങൾ ഒരു ഇസ്ലാമികമായിക്കൊണ്ട് ഒരു പുരുഷനാണെന്ന് വിചാരിക്കും, നിങ്ങളൊരു പുരുഷനാണെന്ന് വിചാരിക്കും. നിങ്ങൾ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് താടി വെച്ചുകൊണ്ട് പോയാൽ ആളുകൾ ചോദിക്കും, എന്താ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് താടിയൊക്കെ, എന്താ തലതിരിഞ്ഞോ എന്നാ ചോദിക്കാം. അത് മമ്മൂട്ടിന്റെ സ്റ്റൈൽ. അപ്പൊ മമ്മൂട്ടി താടിക്ക് വെച്ചിട്ടുണ്ട്, അപ്പൊ അങ്ങനെ പുതിയൊരു സ്റ്റൈലാണ് ഇപ്പത്, ഇപ്പത്തെ ഫ്രീക്കൻ സ്റ്റൈൽ, ആ ഒരു അർത്ഥത്തിലാണ്. എന്നാ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചു ചെങ്ങാനും തലതിരിഞ്ഞു എന്ന്. എന്താ ഈ തലതിരിഞ്ഞു നിൽക്കണം? എന്താ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് താടിയാണെങ്കിൽ തലതിരിഞ്ഞു. അതല്ല മമ്മൂട്ടി അനുസരിച്ചിട്ടാണെങ്കിലോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്നതിന് പകരം അഷ്ഹദു അന്ന മമ്മൂട്ടി റസൂലുള്ളാ എന്നാണെങ്കിൽ ഒരു കുഴപ്പമില്ല. മോഹൻലാൽ റസൂലുള്ളാ ആണെങ്കിൽ കുഴപ്പമില്ല. മുഹമ്മദ് റസൂലുള്ളാ എന്നുള്ള ഉദ്ദേശത്തിൽ താടി വെച്ചാൽ അപ്പൊ പ്രശ്നമാണ്. ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് ഒരു പെണ്ണ് നടക്കണം, എന്തൊക്കെ ആകെ മൂടിപ്പൊതിച്ച് നടക്കണം. എന്താ? ഒന്നുമില്ല. അല്ല, എന്നാലും എന്താ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നടക്കണം? എന്താ അത്? ഞാൻ ഈ അടുത്തൊരു സിനിമ ഉണ്ടോ, അതിൽ ആ ഒരു നടി ഉണ്ടായിരുന്നു, ഓരൊക്കെ ഇപ്പൊ ഇങ്ങനെ നടക്കണേ. ഞാനും വിചാരിച്ചു അങ്ങനെ ആകെ ഇപ്പൊ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇതൊക്കെ മൂടിപ്പൊയച്ച് നടക്കണേ, ഇവിടുന്ന് പിന്നെ യമനിലേക്കും അതേപോലെ തന്നെ മറ്റു പല നാട്ടിലേക്കും കൊണ്ടുപോകണ, IS കൊണ്ടുപോകുന്ന ആൾക്കാരാ. ഓരൊക്കെ ഇതിന്റെ ആൾക്കാരാ. ഓരൊക്കെ ഇങ്ങനെ മൂടിപ്പൊച്ചിട്ടാ നടക്കുക. അതിലൊന്നും കാര്യമല്ല. ആകെ വെറുതെ എന്താ ഇപ്പൊ മൂടിപ്പൊച്ചിട്ട് കാര്യം? എന്താ ചോദിക്കുക അല്ലേ? നിങ്ങളൊന്ന് കല്യാണത്തിലേക്ക് ഇസ്ലാമിക വേഷം ധരിച്ചിട്ടൊന്ന് പോയേക്കാം. എന്തുകൊണ്ടാ നമ്മൾ ഇസ്ലാമിക വേഷം ധരിക്കാതെ കല്യാണത്തിൽ പോണേ? അത് ഇസ്ലാമിക വേഷം ധരിച്ചു പോയാൽ പല ചോദ്യങ്ങളും വരും, പല വിമർശനങ്ങളും വരും. ആ വിമർശനങ്ങൾ താങ്ങാനുള്ള ഒരു ഈമാൻ നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല കേട്ടോ. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ, ചിലപ്പോൾ എല്ലാവരും ഇസ്ലാമിക വേഷം ധരിച്ചിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ സ്വന്തം വീട്ടിൽ കല്യാണം വരുമ്പോൾ എല്ലാവരും ഈമാനോട് പോകല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല. സ്വന്തം വീട്ടിൽ കല്യാണം എത്തുമ്പോൾ അതുവരെ പർദ്ദ ധരിച്ച ആൾക്കാരൊക്കെ അതിപ്പോ നമ്മളെ വീട്ടിലാകുമ്പോൾ ഇപ്പൊ ഞാൻ പർദ്ദയൊക്കെ ധരിച്ചിട്ട് അതൊരു മോശം, അത് വേണ്ട, തൽക്കാലം എന്താ ഇപ്പൊ സാരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, ചുരിദാർ ആണെങ്കിലും കുഴപ്പമില്ലല്ലോ അല്ലെ, ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല, ചുരിദാർ ആണെങ്കിലും കുഴപ്പമില്ല എന്നോ, എന്നാ പിന്നെ മൂപ്പരാണ് നമുക്ക് ഇനി മുതലുള്ള തെളിവ്. ഇതാണ് തീരുമാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ള പറഞ്ഞ ഈ വാചകം നിങ്ങളെ കൽബിൽ അടിവരയോടുകൂടി ഇങ്ങനെ മനപ്പാടമാക്കി കൊത്തി വെക്കുക എന്ന് പറയില്ല, അങ്ങനെ കൊത്തി വെച്ചോ. മറ്റു വിഭാഗക്കാരുടെ തൃപ്തി നോക്കിയിട്ടും അവരുടെ പരിഗണന നോക്കിയിട്ടും ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയില്ല. മുസ്ലിമിനുള്ളത് എന്താണെന്നറിയോ? അടുത്ത വാചകത്തിൽ അള്ള പറയുന്നുണ്ട് യഥാർത്ഥ മാർഗം പറഞ്ഞാൽ എന്താന്നുള്ളത്. ഇവിടെ ഈ ആയത്തിറങ്ങാനുള്ള സാഹചര്യം കൂടി ഇവിടെ പറയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതാകട്ടെ മക്കയുടെ ഭാഗത്തേക്ക്, കഅബയുടെ ഭാഗത്തേക്ക് തിരിയാനാണ്. അങ്ങനെ ആയത്തിറങ്ങി. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ക്ലാസ്സുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഈ ആയത്തിറങ്ങിയപ്പോൾ അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും മദീനത്ത് വെച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞതെങ്കിൽ ഈ ആയത്തിറങ്ങിയതോടുകൂടി, അഥവാ കിബില മാറ്റത്തിന്റെ ആയത്തിറങ്ങിയതോടുകൂടി അവർ പിന്നെ നേരെ എന്ത് ചെയ്തു? മക്കയുടെ ഭാഗത്തേക്ക്, കഅബയുടെ ഭാഗത്തേക്ക് തിരിയാൻ തുടങ്ങി. കിബില അങ്ങോട്ടാക്കിയല്ലോ. അപ്പോഴാണ് എന്ത് ചെയ്യണത്? ഇവർക്ക് വല്ലാത്ത ദേഷ്യം വരുന്നത്. ആർക്ക്? ഈ ജൂതന്മാരായ ആളുകൾക്ക്. കാരണം അവര് തിരിഞ്ഞിരുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്കാണ്, ക്രൈസ്തവര് തിരിഞ്ഞിരുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്കാണ്. അപ്പോ അവരും മുഹമ്മദ് നബി അങ്ങനെ ആകുമ്പോൾ ഒരു എന്നാ കുഴപ്പമില്ല, നിങ്ങൾ നമ്മളെ കൂടെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നബി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴോ അത് വേണ്ട, ഒരുപാട് വിമർശനങ്ങൾ നടത്തി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? മദീനയിലുള്ള ഒരു 10 ജൂതന്മാര് എന്നിൽ വിശ്വസിച്ചാൽ മറ്റുള്ള എല്ലാവരും എന്നിൽ വിശ്വസിക്കും. എന്താ ഈ 10 ജൂതന്മാരെന്ന് പറഞ്ഞേ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നിട്ട് മദീനയിൽ 10 കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുന്നുണ്ട്. വളരെ ചുരുക്കം, വിരലിൽ എണ്ണാവുന്നതെന്നൊക്കെ പറയില്ലേ, അത്രയേ ഉള്ളൂ ജൂതന്മാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ. എന്നാൽ മക്കത്തോ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആളുകൾ മറ്റു ഇതര വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജൂതന്മാരെ സ്വീകരിക്കൂല.
അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ദീനിനെ കുറിച്ച് അറിയുന്ന, വഹി ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ കിതാബ് ലഭിച്ചിട്ടുള്ള ആളുകളാണ് ജൂതന്മാർ. അവരുടെ വിശ്വാസം അങ്ങനെയാണ്. അവർ വേദഗ്രന്ഥം നൽകപ്പെട്ടവരാണ്, എന്നിട്ടും അവർ സ്വീകരിച്ചില്ലല്ലോ എന്ന ഒരു വിഷമം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇത് പറയുമ്പോൾ എല്ലാ ജൂതന്മാരും അങ്ങനെയാണോ, എല്ലാ മുസ്ലിമീങ്ങളും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അല്ല, അവരിൽ ചില വ്യത്യാസമുള്ള ആളുകളുണ്ട്. എല്ലാവരും മോശക്കാരല്ല, നല്ലവരും ഉണ്ട്. ഞാനതിൽ ഒരു ചരിത്രം മാത്രം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറയാം. ഒരു ദിവസം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനയിലാണ്, അദ്ദേഹത്തിന്റെ കല്യാണം കഴിയുന്നത് മദീനത്ത് വെച്ചിട്ടാണ്. മദീനയിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ അവർക്ക് ഹസൻ ഹുസൈൻ മക്കളൊക്കെ ഉണ്ടായി. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു പിന്നെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ നോക്കുമ്പോണ്ട് കുട്ടികളായ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും കരയാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിനോട് ചോദിച്ചു, എന്തിനാ കുട്ടികൾ കരയണേ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അവർക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാനൊന്നുമില്ല. അവരുടെ വീട്ടിലാണെങ്കിൽ ഒന്നും കഴിക്കാനുമില്ല. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഇറങ്ങണം, എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കി നടക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ദീനാർ അവിടെ കാണുന്നത്. കളഞ്ഞു കിട്ടിയാണ് ഒരു ദീനാർ. അദ്ദേഹം അന്വേഷിച്ചു നോക്കി, ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു, ആരുടെയും അല്ല. അദ്ദേഹം നേരെ എന്ത് ചെയ്യാണ്, അതുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്തെങ്കിലും കിട്ടിയോ ചോദിച്ചു. പറഞ്ഞു, അങ്ങനെ ഒരു ദീനാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ ഇന്ന ഒരു പിന്നെ ആളുണ്ട്, ഇന്നൊരു ജൂതനായ ഒരു വ്യക്തിനെ പിന്നെ സൂചിപ്പിച്ചിട്ട് പറയണം, അയാളുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് പിന്നെ ഈ റൊട്ടിക്കുള്ള ഗോതമ്പ് ഉണ്ട്, അതിൻ്റെ പൊടി ഉണ്ടാവും, അത് നിങ്ങൾ വാങ്ങി വരുന്ന. അങ്ങനെ ഇവർ ചൊല്ലിയാണ്. അലി റളിയല്ലാഹു അൻഹു ചെന്ന് ഇയാളുടെ കയ്യിൽ എന്ത് ചെയ്തു, പണം കൊടുത്തു. എന്നിട്ട് കുറച്ച് റൊട്ടിക്കുള്ള സാധനങ്ങൾ വാങ്ങി. തിരിച്ചു വരുന്ന സമയത്ത് ഇയാൾ ചോദിച്ചു, അല്ല, നിങ്ങൾ ആ റസൂൽ എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദിന്റെ മരുമകനല്ലേ എന്ന് ചോദിച്ചു. ഉടനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതന്നെയാണ്. ഉടനെ ഇയാൾ എന്ത് ചോദിച്ചു, ആ പൈസ തിരിച്ചു കൊടുത്തു. ആ പൈസ തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അല്ല, നിങ്ങൾ പൈസ തരണ്ട, ഞങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോളെ, കുഴപ്പമില്ല, അത് ഞാൻ തൃപ്തിപ്പെട്ടതാണ്, ഞങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസയുമായിട്ട് വീണ്ടും അലി റളിയല്ലാഹു അൻഹു വരികയാണ്. വന്ന് വീട്ടിലെത്തി ഫാത്തിമ ബീവിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യാണ്, വീണ്ടും അലി റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ കുറച്ച് ഇറച്ചി എന്തെങ്കിലും മേടിച്ചോണ്ടിരുന്ന പറഞ്ഞിട്ട് വേറൊരാളുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അയാളെത്തി ചെന്നപ്പോൾ അയാൾ പിന്നെ ഒരു എത്ര ദിർഹമിനാണ് മേടിക്കാൻ വേണ്ടി പറഞ്ഞത്. അലി റളിയല്ലാഹുവിന്റെ കയ്യിലാകട്ടെ ദീനാറാണുള്ളത്. അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ അയാളത്ത് ചില്ലറല്ല. അതിപ്പോൾ പിന്നെ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു കഴിഞ്ഞാൽ ആ ദീനാർ അവിടെ കൊടുത്തു, അയാളത്ത് കൊടുത്തു. എന്നിട്ട് ദിർഹമിനുള്ളത് വാങ്ങി ബാക്കി പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ വന്ന് ഇറച്ചിയൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കി ഈ ഭക്ഷണവുമായിട്ട് അലി റളിയല്ലാഹു അൻഹു നബിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നബിൻ്റെ അടുത്തേക്ക് പോകുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട്. അതോടൊപ്പം ഇതിപ്പോൾ നമുക്ക് ഹക്കാണോ അല്ലേ എന്നുള്ളത് അറിഞ്ഞിട്ടേ കൊടുക്കണുള്ളൂ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം നബിനോട് ചോദിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും ചെന്നു. എന്നിട്ട് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലെന്തില്ല, തെറ്റില്ല, അത് ഖൈറായ തന്നെയാണെന്ന്. അത് അനുവദിക്കപ്പെട്ടതാണെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ വരുന്നത്. അയാൾ അങ്ങാടി പോയിട്ട് വരികയാണ്. അയാളുടെ ദീനാർ പോയിട്ടുണ്ട്, അത് ഇങ്ങനെ അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വരിക. ഇത് കണ്ടപ്പോൾ ഇനി എന്താ ചെയ്യുക എന്നുള്ള ആശങ്കയായി. അപ്പോൾ കയ്യിലാണെങ്കിൽ ദീനാറില്ലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞേക്കാണ്. അലി റളിയല്ലാഹു മറ്റൊരാളെ പറഞ്ഞേക്കാണ്. ആ ആളുടെ ചെന്നിട്ട് പറയണം, ആ ദീനാർ ഇങ്ങോട്ട് തരാൻ വേണ്ടി പറയാ. ഈ ഒരു ദിർഹമിൻ്റെ പൈസ, ഇതിൻ്റെ പൈസ ഞാൻ എന്ത് ചെയ്യുക, അവർക്ക് ഞാൻ കടമാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ മതിയാണ്. ഇപ്പം ഇത് ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആദ്യം പറഞ്ഞ ആ ചരിത്രം, ഒരു ജൂതനായ മനുഷ്യൻ്റെ അടുത്തേക്കാണ് ഈ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹു ചെല്ലണത്. അത് നബിൻ്റെ മരുമകനാണെന്ന് അറിഞ്ഞതും ആ ജൂതൻ എന്ത് ചെയ്യാണ്, ഒഴിവാക്കി കൊടുക്കുകയാണ്. അന്ന് നിങ്ങൾ പൈസ തരണ്ട എന്ന് പറയാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ജൂതന്മാരുണ്ട്. ചരിത്രത്തിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് ഒരു ജൂതനായ മനുഷ്യൻ, ഒരു ജൂതൻ വിളിക്കുന്നുണ്ട്. നമ്മളൊരു ജൂത പെണ്ണ് വിളിച്ചിട്ട് പിന്നെ വിഷം കൊടുത്ത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ അല്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരു ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. നബിയും അനസ് റളിയല്ലാഹു അൻഹു കൂടിയാണ് ചെല്ലണത്. അപ്പോൾ ആ ജൂതൻ ഭക്ഷണം റെഡിയാക്കി കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനസ് റളിയല്ലാഹു അൻഹു കഴിക്കാൻ വേണ്ടിയിരുന്നു. അയാൾ പാവപ്പെട്ട ഒരാളാണ്. പക്ഷേ നബിനെ എന്തോ അയാൾക്ക് വലിയ ഇഷ്ടമായി.
അയാൾ മുസ്ലിം ഒന്നും ആയിട്ടില്ല. അപ്പം നബിനെ അങ്ങനെ എപ്പോഴും വിളിക്കും. ഒരു ദിവസം വിളിച്ചപ്പോൾ നബി ചെന്ന് നിന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ചെല്ലാണ്. അപ്പോൾ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, അതാകട്ടെ സ്മെല്ലടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാ, എന്തോ കേട് വന്നിട്ട് സ്മെല്ലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുറച്ചൊന്ന് കഴിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന് ആകെ ഒരു മടി, അതെങ്ങനെയാ ഇപ്പം കഴിക്കുക, അത് കഴിച്ചാൽ ആകെ അതാവൂലേ എന്നുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അതിന് കഴിച്ചു. എന്നിട്ട് പുറത്തിറങ്ങണം. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു വരുന്ന സമയത്ത് ചോദിച്ചു, അല്ല നബി നിങ്ങൾക്ക് സ്മെല്ലടിച്ചിന്ന് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്താ നിങ്ങൾ ചിരിച്ചുകൊണ്ടാണല്ലോ ആക്കിയത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മൾ അവർ വളരെ സ്നേഹത്തോടു കൂടി നമ്മളെ വിളിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ അവരെ കുറ്റം പറയുമ്പോൾ അവർക്കതൊരു മനസ്സിലൊരു വിഷമം ഉണ്ടാവില്ലേ, അവർക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാവില്ലേ. അപ്പം അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതിരുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്ക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു നന്മയാണ്. നബിനെ കൊല്ലാൻ നോക്കിയ ആൾക്കാരുണ്ടായില്ലേ, അല്ലേ? എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറി. ഏതായിരുന്നാലും ഞാൻ സൂചിപ്പിച്ചു വന്നത്, അവരെല്ലാവരും മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ആ തരത്തിലുള്ള ആളുകളും ഉണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി തരികയാണ്, കുൽ നബിയെ പറയുക, ഇന്ന ഹുദല്ലാഹ് ഹുവൽ ഹുദ, യഥാർത്ഥ മാർഗദർശനം അത് അള്ളാന്റെ മാത്രമാണ്. അള്ളാന്റെ മാർഗമാണ് ഏറ്റവും നല്ല മാർഗം. അതിനപ്പുറത്തേക്കൊരു മാർഗം ഇല്ല. അള്ളാഹുവിൻ്റെതല്ലാത്ത എല്ലാ മാർഗവും വഴികേടിന്റെ മാർഗമാണ്. ഏയ്, അള്ളാന്റെ മാർഗം വഴികേടിന്റെ മാർഗം, അതിന്റെ രണ്ടും അല്ലാത്ത ഒരു 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 മിതത്വത്തിന്റെ ഒരു മാർഗം എന്നിട്ടോ ഒരു സാധനമില്ല. അത് ഇസ്ലാമാണോ ഇസ്ലാം അല്ലേ, ഇനി ഇസ്ലാമും ഇസ്ലാം അല്ലാത്തതും കൂടി ചേർന്നിട്ടൊരു സാധനം അത് ഉണ്ടാവില്ല. ഒന്നുകിൽ മുസ്ലിം ആകുക, അല്ലെങ്കിൽ മുസ്ലിം അല്ലാതാവുക. അതാണ്. മുസ്ലിമാണോ അവനാണ് യഥാർത്ഥ മാർഗത്തിലുള്ളത്. ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമികമായിക്കൊണ്ട് മുസ്ലിമായാൽ യഥാർത്ഥ ഹുദ, യഥാർത്ഥ മാർഗം അത് അള്ളാന്റെ അടുക്കൽ നിന്നാണ്, അള്ളാന്റെ മാർഗമാണ്, അഥവാ ഇസ്ലാമാണ്. ബാക്കി എന്തു പറഞ്ഞാലും അതില്ലേ ഇതില്ലേ അപ്പുറത്തില്ലേ ഇപ്പുറത്തില്ലേ കുറച്ചൊക്കെ വിട്ടുവീഴ്ച എന്തു പറഞ്ഞാലും അത് അള്ളാന്റെ മാർഗമല്ല, അത് വഴികേടിന്റെ മാർഗമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത വാചകത്തിൽ ഓർമ്മപ്പെടുത്തുന്നതും, വല ഇനിത്തബഅത അഹ്വാഅഹും ബഅദല്ലദി ജാഅക മിനൽ ഇൽമ്, വല ഇനിത്തബഅത, നീ പിന്തുടരുകയാണെങ്കിൽ, അഹ്വാഅഹും, അവരുടെ ഹവകളെ, അഥവാ ഇസ്ലാം അല്ലാത്ത എല്ലാം ഹവയാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മതം എന്ന് പറഞ്ഞില്ല, അവരുടെ മില്ലത്ത് എന്ന് പറഞ്ഞില്ല, മറിച്ച് അവരുടെ ഹവ എന്നാ പറഞ്ഞേ. അതായത് അവര് പിന്തുടരാൻ വേണ്ടി പറയുന്നതൊക്കെ അവരുടെ ഇച്ഛകളാണ്. ആ ഇച്ഛകൾ മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സൂംബ അത് വേണം 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 എന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ അവർ പറയും വേണ്ടായിരുന്നു എന്ന്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണ്. പല കാര്യങ്ങളും മതപരമായി അത് തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് മതത്തിനെ കുറ്റപ്പെടുത്തിയ ആളുകളായിരുന്നു. പിന്നെ അവർക്ക് ബോധ്യപ്പെട്ടു മതം എത്രത്തോളം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അവരുടെ ഹവ, അവരുടെ ദേഹേച്ഛകൾ, അവർക്ക് ഇങ്ങനെ തോന്നുകയാണ് ഒന്ന് ചാടിക്കളിക്കണം, എന്നാ ചാടിക്കളിക്കാം. ഇവിടെ ഞാൻ സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, അത് സൂംബ എന്ന് പറയുമ്പോൾ അത് പിന്നെ സ്കൂളുകളിലുള്ള സൂംബ മാത്രമൊന്നുമല്ല, നമ്മുടെ കല്യാണങ്ങളിലും ഉണ്ട് ചില സൂംബകൾ. പേരതല്ല എന്ന് മാത്രം. അവിടെ എക്സർസൈസ് അല്ല ഉള്ളത്. പക്ഷേ ഈ പറയപ്പെട്ട രൂപത്തിൽ സിനിമാ ഗാനങ്ങൾ വെച്ചുകൊണ്ട് ആണും പെണ്ണും തുള്ളിക്കളിക്കുക എന്നുള്ളത് ഉറപ്പായും 100% അത് ഹറാമാണ്. അത് ഇന്ന ആള് ചെയ്യണില്ലേ, ഇന്ന ആളുടെ കുടുംബക്കാർ ചെയ്യണില്ലേ, ഇന്ന പാട്ട് വെച്ചിട്ടല്ലേ, എന്താണെങ്കിലും അത് ഹറാമാണ്. ഇസ്ലാമിലുണ്ട് ചില ആൾക്കാർ ആ ഒരു വാക്കാണ് നബിന്റെ കാലത്ത് ചില കുട്ടികൾ കൈയടിച്ചു എന്ന് പറയുന്ന സംഭവമാണ് ഈ പറയുന്നത്. അതാണ് ഇന്ന് വലിയ 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 സ്ത്രീകൾ പോയിട്ട് എന്ത് ചെയ്യണത്, ചാടിക്കളിക്കാൻ തെളിവെടുക്കണത്. ചെറിയ കുട്ടികളുടെ കാര്യം, ചെറിയ കുട്ടികൾ 4-5 വയസ്സുള്ള കുട്ടികൾ അവരിങ്ങനെ കൈകൊട്ടി പാടിയതാണ് എന്ത് ചെയ്യണത്, അല്ലെങ്കിൽ അവരുടേതായ രൂപത്തിലുള്ള ചില പാട്ടുകൾ അവിടെ ആ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തതാണ് ഇന്ന് വലിയ വലിയ സ്ത്രീകൾ ചാടിക്കളിക്കാനുള്ള തെളിവാകുന്നത്. ഇനി എന്തൊക്കെ തെളിവുകൾ വരുന്നറിയില്ല. അതൊന്നും പ്രിയപ്പെട്ടവരെ മതപരമായിട്ട് ശരിയല്ല. നമ്മളൊക്കെ ദീന് പഠിക്കുന്ന ആൾക്കാരാകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ കല്യാണത്തിലും നമ്മുടെ വീട്ടിലുള്ള കല്യാണങ്ങളൊക്കെ മിനിമം നമ്മൾ അതെങ്കിലും എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തണം. ഇവര് വല ഇനിത്തബഅത, നബിയോട് പറയാം, നബിയെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, അഹ്വാവും, അവരുടെ ഹവ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, ബഅദല്ലദി ജാഅക മിനൽ ഇൽം, അഥവാ
നിങ്ങൾക്ക് വ്യക്തമായ ഇൽമ് വന്നതിന് ശേഷം, ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹ്യ്, അല്ലെങ്കിൽ അള്ളാഹു നൽകിയ അറിവ്, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും യഥാർത്ഥ മാർഗദർശനം കിട്ടിയിട്ട് പിന്നെ നിങ്ങൾ ഹവയുടെ മാർഗം പിന്തുടരുകയാണോ, അഥവാ ജൂത ക്രൈസ്തവരുടെ മാർഗം അള്ളാഹ് ഒരിക്കലും എന്ത് ചെയ്യണില്ല, തൃപ്തിപ്പെടുന്നില്ല. ഇസ്ലാം അല്ലാത്ത ഒരു മാർഗം, ഇസ്ലാം ഒരു കാര്യം പറയാ, അതിന് വിപരീതമായിട്ടോ അല്ലെങ്കിൽ അതിനോട് കടപിടിക്കുന്ന രൂപത്തിലോ വേറെ എന്ത് പറഞ്ഞാലും ശരി, അത് അള്ളാഹ് പറയണതല്ല, അത് അള്ളാഹ് പറയുന്നതല്ല, അള്ളാഹ് പറയുന്നത് അതാവൂല. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ അതും ശരിയാണ് ഇതും ശരിയാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞത് മാത്രമേ ശരി ഉണ്ടാവുള്ളൂ. ഈ പറയുന്നതൊക്കെ ഞാൻ വിശ്വാസികളോടാണ് പറയുന്നത്. വിശ്വാസം ഇല്ലാത്ത ആളുകളോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓർക്ക് ചിലപ്പോൾ അതൊക്കെ തമാശയായിരിക്കും, ഓർക്ക് ഇതിനൊക്കെ എതിർപ്പുണ്ടാകും. അവരിപ്പോഴും പാർട്ടിയുടെ അണികളായിട്ട് മാത്രം, അല്ലെങ്കിൽ അടിമകളായിട്ട് ജീവിക്കായിരിക്കും. പേര് മുസ്ലിം ആയിരിക്കും, അവർ ഖുർആനിനെ അംഗീകരിക്കുന്നു എന്ന് പറയും. പക്ഷേ അവരുടെ നേതാവ് ഖുർആനിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, ഖുർആനിനെ കളിയാക്കുമ്പോൾ, ഖുർആനിന്റെ അധ്യാപനങ്ങളെ കളിയാക്കുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുന്ന ആളുകൾ, അവരാണ് അടിമകൾ എന്ന് പറയുന്നത്. അള്ളാന്റെ അടിമയല്ല, പാർട്ടിന്റെ അടിമ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കഴിയൂല. ആര് തന്നെയാണെങ്കിലും നമുക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ്, റസൂലാണ്, ഇസ്ലാമാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. മുസ്ലിമിനോടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, മുസ്ലിമിനോടാണ് ഈ പറയണത്. കീഴൊതുങ്ങിയവൻ, അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയവൻ. ഇത്ര വൈകാരികമായിട്ട് പറയാനുള്ള കാരണം, നിങ്ങൾ ചിലപ്പോൾ ഈ ചർച്ചകൾ കാണുന്നുണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കമന്റ് ഇട്ടു. അതിൻ്റെ താഴെ വന്ന തെറി വിളിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരം അതായിരിക്കും. പക്ഷെ ആ തെറിയിൽ അള്ളാഹിനെയും റസൂലിനെയും ചേർക്കുക എന്നുള്ളത്, പ്രവാചകന്റെ വ്യക്തി ജീവിതം ചേർക്കുക എന്നുള്ളത്, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതൊരിക്കലും നമ്മൾ വ്യക്തിപരമായിട്ട് പറഞ്ഞ ഒരു പ്രശ്നമല്ല. കാരണം എന്താ, അത് ഓരോ സംസ്കാരം, അതാണ് നമ്മൾ വിചാരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഈ പറയുന്ന ആളുകളുടെയൊക്കെ പ്രൊഫൈല് നോക്കുന്ന സമയത്ത്, ഇത്ര കാലം നമ്മൾ ഏതോ ഒരു മതവിഭാഗവുമായി അല്ല, ആ മതത്തിന്റെ തീവ്ര സ്വഭാവമുള്ള ആളുകളായിട്ട്, RSSകാരായിട്ടാണ് ചില ആളുകൾ വന്നതെങ്കിൽ, അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായിക്കൊണ്ട് ഇസ്ലാമിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും കളിയാക്കിയതെങ്കിൽ, അവരെയൊക്കെ തോൽപ്പിക്കുന്ന രൂപത്തിലാണ് ഇന്ന് പല ആൾക്കാരും ഉള്ളത്. അത് മുസ്ലിം പേരുള്ള ആൾക്കാർ, അതാ രസം. മുസ്ലിം പേരുള്ള ആൾക്കാർ എന്നട്ടോ ഞാൻ പറയണത്. മുസ്ലിം എന്ന് പറയൂല, മുസ്ലിം പേരുള്ളവർ. അവർക്ക് യഥാർത്ഥ ഇസ്ലാം അറിയൂല. അവർക്ക് ഇപ്പോഴും ഷഹാദത്ത് കലിമ തെറ്റുകൂടാതെ പറയാൻ കഴിയൂല. ഒരടിമയാണ്, പാർട്ടിയുടെ അടിമ, അല്ലാതെ അള്ളാന്റെ അടിമയല്ല. ഇത്ര വൈകാരികമാകുന്നത് ആ ദീനാണ് നമുക്ക് പ്രധാനം, അല്ലാതെ ഒരു സർക്കാരോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു പാർട്ടിയോ ഒരു സംഘടനയോ ഒന്നുമല്ല. അള്ളാഹ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു വിശ്വാസിക്ക് പോകാൻ കഴിയൂല. അവിടെ നമ്മളെ വ്യക്തി ജീവിതം നമ്മൾ നന്നാക്കണം, നമ്മളെ മക്കളുടെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. തീർച്ചയായും അള്ളാഹിന്റെ അടുക്കൽ നിനക്കൊരു വലിയ ഒരു നസീറോ അല്ല. നമ്മൾ ഈ രണ്ട് പദങ്ങളും പറഞ്ഞതാണ്. വലിയനെ കുറിച്ച് ഒരുപാട് തവണ വിശദീകരിച്ചിട്ടുണ്ട്. സഹായി എന്നുള്ള അർത്ഥമുണ്ട്, രക്ഷാധികാരി എന്നുള്ള അർത്ഥമുണ്ട്. നസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായി എന്നാണ്. അപ്പോൾ അള്ളാഹിന്റെ അടുക്കൽ സഹായിയായിട്ട് ഒരാളും ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ പേപ്പർ ശരിയാക്കി തരാനും, അതേപോലെ തന്നെ നമുക്ക് വേഗം അവിടെ മുനിസിപ്പാലിറ്റി പോയി കഴിഞ്ഞാൽ, പഞ്ചായത്ത് പോയാൽ ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പല പാർട്ടിക്കാരും, ഞാൻ ഒരു പാർട്ടിനല്ല പറയണത്, അവിടെ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ ഒരു സഹായി ഉണ്ടാവില്ല, നമ്മൾ ഒറ്റക്ക ഉണ്ടാവും. അള്ളാഹ് മാത്രമേ നമുക്ക് സഹായി ആയിട്ടുള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമേ നമുക്ക് രക്ഷാധികാരം കിട്ടാനുള്ളൂ, സഹായം കിട്ടാനുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ ഇന്നെടുത്ത ഭാഗം ഒന്ന് ഓതിയിട്ട് അവസാനിപ്പിക്കാം. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറാ ولا تسأل عن أصحاب الجحيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير.
അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ 120 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.